ബ്രസീൽ ഒരിക്കലും രേഖാമൂലം നമുക്ക് ഫുട്ബോളിൽ ഉറപ്പ് തരുന്ന ഒരു ടീമല്ല. ഒരു കാലത്തും വാഗ്ദാനങ്ങൾ തരാറില്ല. ഇല്ല. നമ്മൾ സ്വയം മോഹിച്ചു പോകുന്നതാണ് ബ്രസീലിനെ കൊണ്ട്. അത് മോഹിപ്പിക്കുക എന്നുള്ള, ആരാധകരെ മോഹിപ്പിക്കുക എന്നുള്ളതാണ് ബ്രസീലുകാരുടെ. അപ്പം മോഹിപ്പിക്കുക എന്നുള്ളത് വെച്ചാൽ ആനന്ദിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ് ഈ മോഹിപ്പിക്കുക എന്നുള്ള സാധനം. ആളുകളെ ആനന്ദിപ്പിക്കുക, അതാണ് ബ്രസീലുകാരുടെ ഒരു, പ്രത്യേകിച്ച് ഫുട്ബോളിലൂടെ അവരുടെ ജീവിത ദൗത്യം അതാണ്. അപ്പം അവരെ ആനന്ദിപ്പിക്കും, നമ്മൾ മോഹിക്കും. അവർ നമുക്ക് വാഗ്ദാനങ്ങൾ ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ അവരിലേക്ക് പെലെയുടെ തലമുറ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ശരിയാണ്. പെലെകുത്തിന് ശേഷം ശരിയാണ്. അതെ, ബ്രസീൽ വളരെ തകർന്നടിഞ്ഞു പോയ ലോകകപ്പുകളുണ്ട്, ബ്രസീൽ കപ്പടിച്ച ലോകകപ്പുകളുണ്ട്, എല്ലാം നമ്മൾ വീഴ്ചയുണ്ട്. ബ്രസീൽ തോക്കുമ്പോൾ ബ്രസീലുകാർ മാത്രമല്ല എല്ലാവർക്കും ഒരു സങ്കടം വരും. കാരണം എന്ന് വെച്ചാൽ അവർ തോക്കുമ്പോൾ ചിലപ്പോൾ അത് ട്രാജഡി ആയി പോകും. പലതരത്തിലുള്ള ട്രാജഡി, ചിലപ്പോൾ ടൈ ബ്രേക്കറിൽ ട്രാജഡി ആവും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ആ സ്ഥലത്ത് ബെലോ ഹൊറിസോൺസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ജർമ്മനി അവരെ 7-1 തോൽപ്പിച്ചത്. ഞാനന്ന് ബെലോ ഹൊറിസോൺസിലെങ്കിലും ബ്രസീലിൽ തന്നെ വേറൊരു നഗരമുണ്ട്, ആ നഗരത്തിലായിരുന്നു. അത് ക്യൂരിച്ചീബ എന്ന് പറഞ്ഞ നഗരമാണ്. അത് ആളോഹരി വരുമാനം എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ആളോഹരി പച്ചപ്പ് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ഒരു നഗരമാണ്. പരിസ്ഥിതി വാദികളാണ് അവിടുത്തെ കൂടുതലാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവിടെ ഗാരിഞ്ചയുടെ പേരിൽ അവർ ഗാഷിൻച എന്നാണ് പറയുന്നത്, ഒരു ചെറിയ ഒരു മദ്യശാലയുണ്ട്. അവിടെ നിന്നാണ് കളി കാണുന്നത്. അവിടെ കസേരകളില്ല, നിന്നാ കാണുന്നത്. അന്നാണ് ബ്രസീലിന് ട്രാജഡി ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാജഡി ഉണ്ടായപ്പോൾ അനുഭവിച്ച ഒരു വിഷമം, നമുക്ക് പോലും വിഷമം എന്ന് വെച്ചാൽ ബ്രസീലുകാരുടെ വിഷമം എന്ന് വെച്ചാൽ തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു കൈ തോക്കുമായിട്ട്, ഒരു റിവോൾവറായിട്ടൊരു കൈ മുകളിലോട്ട് ജനലിലൂടെ പുറത്തേക്ക് വരുന്നു, ആകാശത്തേക്ക് 5-6 വെടിവെക്കുന്നു, കൈ അപ്പോഴേക്കും താഴെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓടുന്നു. സ്വന്തം ടീം തോറ്റാൽ ഉടനെ ആകാശത്തേക്ക് വെടിവെക്കുക, അല്ലെങ്കിൽ അടുത്ത ആളെ ചിലപ്പോൾ വെടിവെക്കുന്നില്ലായിരിക്കാം, എങ്കിലും അത് അത്രയും അവരുടെ വിഷമം. ബ്രസീലിൻ്റെ ദേശീയ പതാക ബ്രസീലിൽ തന്നെ റോഡ് സൈഡിലും ഫുട്പാത്തിലും ഇട്ട് ചവിട്ടി ഇറക്കുന്നത് കണ്ട ഒരു ദിവസം. അപ്പോൾ ഭയങ്കരമായ ദുരന്തങ്ങൾ അവരെ, പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, അവർ നമ്മളെ മോഹിപ്പിക്കുന്നതേ ഉള്ളൂ. അവർ നമ്മൾ വാഗ്ദാനം തരുന്നില്ല, ഞങ്ങൾ കപ്പടിക്കാമെന്ന് അവർ പറയുന്നില്ല. കപ്പടിച്ചാലും അടിച്ചില്ലെങ്കിലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം 4 വർഷം കൂടുമ്പോൾ ലോകകപ്പ് ഫൈനൽ റൗണ്ട് കളിക്കുക എന്നുള്ളതാണ്. അത് അവർ ഇത്തവണയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണയുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, നെയ്മറിൽ നിന്ന് വളരെ കട്ട ആരാധകർ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കോച്ച് പ്രതീക്ഷിക്കുന്നില്ല. നെയ്മറിന് പുറത്ത് പ്രഷറില്ല, സമ്മർദ്ദമില്ല. ഇല്ല. സ്വാഭാവികമായിട്ടും കോച്ചിന്റെ മനസ്സിൽ വേറൊരു ടീം. അതെ, അത്യാവശ്യം തലക്കകത്ത് ആൾതാമസമുള്ള ആളുകളും വിശ്വസിക്കുന്നില്ല. പിന്നെ ആരാണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് കോച്ച് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതെ, യൂറോപ്പിനാണ്. ബ്രസീലിനുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഒരു പോരായ്മ ഡിഫൻസ് പൊളിഞ്ഞു പോകുക എന്നുള്ളതാണ്. ഡിഫൻസ് സോളിഡ് ആക്കാൻ വേണ്ടത് ചെയ്തു എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞേക്കുന്നത്. ചെയ്തിട്ടുണ്ടാവും, കാരണം ഒരു കോച്ചിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഡിഫൻസ് സോളിഡ് ആക്കിയാൽ ഒരു ലീഗ് ജയിക്കാം, പക്ഷെ ഇതുപോലത്തെ ടൂർണമെന്റ് ജയിക്കാൻ പറ്റുമെന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർ ആരും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് തന്നെ. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ അത്, ഈ തോൽവി എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തമുണ്ടല്ലോ, ആ തോൽവിയെ തടയിടാനുള്ള ഒരു ശ്രമം ആദ്യത്തേത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ലോകകപ്പ് കളിക്കുന്നതിൽ ഏറ്റവും മികച്ച ആക്രമണ നിര ഒന്ന് ബ്രസീലിലാണ്. അതിന് എലൈറ്റ് അറ്റാക്കിംഗ് ലൈൻ എന്ന് പറയാം. എന്നുവെച്ചാൽ അതിൽ ആ അറ്റാക്കിങ്ങിൽ പങ്കുവഹിക്കുന്ന ഓരോ ആൾക്കാരും വളരെ, നമ്മൾ പറയില്ലേ മറ്റൊരു ടീമിലെ ആൾക്കാർക്കും പറ്റാത്തത്രയും ടാലൻറ്റിൻ്റെ സ്പർശമുള്ള അറ്റാക്ക്, അത് നല്ലൊരു കാഴ്ചയായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു പരിശീലന മത്സരത്തിൽ 6 ഗോൾ അടിച്ചു ബ്രസീൽ. അനായാസമാണ്. അതാണ് എലൈറ്റ് അറ്റാക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. മറ്റേത് കഷ്ടപ്പെട്ട് അടിക്കുന്ന പോലെയല്ല. ചില യൂറോപ്യൻ ടീമുകൾ ആലോചിച്ചുറപ്പിച്ച ഗെയിം പ്ലാൻ കൊണ്ടുവന്ന് നടപ്പാക്കുകയും അതിന് ഓരോന്നിനും ഓരോ സമയത്തും പിഴവുകളുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് മാത്രം അറിഞ്ഞുകൂടും. നമ്മളത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ബ്രസീലിൻ്റെ. അപ്പോൾ എലൈറ്റ് അറ്റാക്കിങ് വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും, പക്ഷേ എലൈറ്റ് അറ്റാക്കിങ് വെച്ച് ഗോൾ അടിക്കുമ്പോഴും സ്വന്തം ഗോൾ പോസ്റ്റിൽ പന്ത് കയറിയും ചെയ്യും. അപ്പോൾ ആഞ്ചലോട്ടി ചെയ്തേക്കുന്ന അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡിഫൻസ് സോളിഡ് ആക്കിയിട്ടുണ്ട്. അതൊരു ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് വളരെ ഇതാണ്. ഇപ്പോൾ ബ്രസീൽ 1994 US നടന്നതല്ലോ, ഇപ്പോൾ വീണ്ടും US വന്നിരിക്കുന്നു. അന്ന് കപ്പ് നേടിയ ശേഷം പിന്നെ കപ്പ് നേടാൻ 2022 വരെ 24 വർഷം കാത്തിരിക്കേണ്ടി വന്നു.
2002 2022 സോറി 2002 ജപ്പാനിൽ യോക്കോഹാമയിൽ നടന്ന ഫൈനൽ. ആ ഫൈനൽ മാച്ച് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ബ്രസീലിൻ്റെ ആ ഒരു 98 പരാജയവും ഞാൻ കണ്ടതാണ്, അതും ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഫ്രാൻസിനോടുള്ള സിദ്ധാൻ്റെ ടീമിനോടുള്ള. പിന്നെ 2002 കപ്പടിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞാൽ 94 കഴിഞ്ഞ് 24 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത കപ്പ് കിട്ടി. 2022 കഴിഞ്ഞ് 2002 കഴിഞ്ഞ് 26 വരുമ്പോൾ 2002 അപ്പോൾ വീണ്ടും 24. അങ്ങനെ സ്വപ്ന ലോകത്ത് യഥേഷ്ടം കറങ്ങി നടക്കുന്ന, സ്വപ്നം കാണുന്ന, ആഗ്രഹിക്കുന്ന, മോഹിച്ച് നടക്കാണ്ടാകുമ്പോൾ ഭിത്തിയിൽ തലയടിച്ച് കരയുന്ന ആൾക്കാരാണ് ബ്രസീലുകാർ. ആ കളിക്കാരും അങ്ങനെ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 24 വർഷം എന്നുള്ളത് അവരെ വല്ലാണ്ട് മോഹിപ്പിക്കുന്നുണ്ട്. അതെ, അപ്പം അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് പ്രതീക്ഷിക്കാം. അതെ, അവർ അവിടെ തെരുവുകളിലൊക്കെ പല സ്ഥലത്തും 6ാമത്തെ ലോകകപ്പ് വരച്ചു വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ബ്രസീലിലുള്ള സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് വരച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരാഗ്രഹമാണല്ലോ.